നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിൻ ലെയർഡ് ചിക്കൻ പോളയാണ്. വളരെ കുറഞ്ഞ അളവിലാണ് നമ്മളിതിൽ മുട്ടയും എണ്ണയൊക്കെ ചേർക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നല്ല തിക്ക് പോളയാണ് വേണ്ടതെങ്കിലും ഇതിലെ ചേരുവകളുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതിയാവും. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായി ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയത് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്ക് 1-2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1/2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വേവിച്ച ചിക്കൻ നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞളോടെ ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് മുട്ട വെച്ചൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ 3 കോഴിമുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് 2 കോഴിമുട്ട ഇട്ടാലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ആ മുട്ടയുടെ കുത്തും മാറും, പിന്നെ പോളയ്ക്ക് ഒരു പ്രത്യേക സ്വാദും നൽകും കേട്ടോ. ഇനി ഈ മുട്ടയുടെ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ചൂടാറിയ മസാലയും കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കായ്പോളയ്ക്കൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ മുട്ടയുടെ അളവ് കൂട്ടുന്തോറും നമ്മുടെ ഈ ഒരു പോളയ്ക്ക് നല്ല തിക്നെസ് വരും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുത്തേക്കണം. മിസാസ് കിച്ചൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇനി ഒരു പഴയ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പോള ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ടൊന്ന് തടയി കൊടുക്കാം. ഇതിനകത്തേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിന് വേകാൻ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു ഭംഗിക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റും കൂടെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും 8 മിനിറ്റ് ആവശ്യമില്ല ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് കുക്കായോ എന്നറിയാനായിട്ട് ഈ ഫ്രൈ പാൻ ഒന്ന് ചെരിച്ച് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ബാറ്റർ ഇതുപോലെ ഒഴുകിയൊന്നും പോകണില്ലെങ്കിൽ ഇത് ഏതാണ്ട് കുക്കായി എന്നാണ്. ഇനി 1 മിനിറ്റ് 1-2 മിനിറ്റ് നമുക്കൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാക്സിമം 2 മിനിറ്റും കൂടെ ഈ സൈഡും കൂടെ അടിഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വേവിക്കാൻ ഏറ്റവും ബെസ്റ്റ് സോസ് പാനോ അല്ലെങ്കിൽ കേക്ക് മോൾഡൊക്കെയാണ്. ഇതിനേലും നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പോളയ്ക്ക്. ഒട്ടും തന്നെ സമയം എടുക്കുന്നില്ല. ഒരു സിമ്പിൾ നോമ്പ് തുറ വിഭവമാണ്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിനിപ്പോൾ നല്ല ചൂടാണ്. ചൂടോടെയും ചൂടാറിയാലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ മുമ്പ് ഞാനൊരു ചിക്കൻ കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനൊപ്പം കിടക്കാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും ചെയ്തേക്കണേ. താങ്ക്